സ്വന്തം രാഷ്ട്രീയ പാർട്ടിയും ആ കക്ഷിയടങ്ങുന്ന മുന്നണിയും ഈ മുന്നണിയുടെ സർക്കാരും ഇവർക്ക് ഏത് തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടായാലും തെറ്റുകൾ സംഭവിച്ചാലും തെളിവുകൾ ചൂണ്ടിക്കാട്ടി ശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ചാലും അവരെ ന്യായീകരിക്കുകയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രാഷ്ട്രീയമായ ഒരു നിലപാടും. അല്ലാത്തപക്ഷം ചിലപ്പോൾ പാർട്ടിക്ക് അതിന്റെ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും. മുന്നണി പിളരുക, പാർട്ടി തകരുക, അങ്ങനെ പല പ്രത്യാഘാതങ്ങൾ ഇതിന്റെ ഭാഗമായി പാർട്ടി നേരിടേണ്ടി വരും. എന്നാൽ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ഇത്തരത്തിലുള്ള അപകട നടപടികൾ വകവയ്ക്കാതെ ശക്തമായ നിലപാട് ചൂണ്ടിക്കാട്ടാറുണ്ട്. അദ്ദേഹം കൽക്കത്ത മെഡിക്കൽ കോളേജിൽ നടന്ന കൊലപാതകത്തിൽ ശക്തമായി തന്റെ നിലപാട് വ്യക്തമാക്കി. കൽക്കത്തയിലെ ആർജിക്കാർ മെഡിക്കൽ കോളേജ് വളരെയധികം പ്രസിദ്ധമാണ്, നൂറ്റാണ്ടുകാലത്തെ പഴക്കമുള്ളതാണ്. ഇവിടെയുണ്ടായ കൊലപാതകം ഇന്ത്യയെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ്. ഒരു ഡോക്ടർ സെമിനാർ ഹാളിൽ ഉറങ്ങിക്കിടക്കുന്നതിനിടയിൽ മൃഗീയമായി മാനഭംഗത്തിന് ഇരയായി കൊല്ലപ്പെട്ടു. അതിനെ തുടർന്ന് അന്വേഷണം വേണ്ടവിധം നടക്കുന്നില്ലെന്ന് പരാതികൾ ഉയർന്നു. കൂടാതെ കുറ്റത്തിൽ പിടിയിലായ പ്രതിയെ രക്ഷിക്കുന്ന തരത്തിൽ നടപടികൾ ഉണ്ടെന്ന വിമർശനങ്ങളും ഉയർന്നു. ഈ സാഹചര്യത്തിൽ ബംഗാൾ ഭരിക്കുന്ന തൃണമൂൽ കോൺഗ്രസിനെതിരായും ഭരണപക്ഷിക്കും സർക്കാരിനെതിരായും അതിശക്തമായ നിലപാടുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആരോപണം എന്നത് കേസിലെ പ്രതിയെ സംരക്ഷിക്കുന്നതിനു വേണ്ടി പ്രാദേശിക ഭരണകൂടവും കോളേജ് അധികൃതരും ശ്രമിച്ചുവെന്നാണ്. മരണപ്പെട്ട ഡോക്ടർക്കും കുടുംബത്തിനും നീതി ലഭിക്കുന്നതിനുള്ള യാതൊരു നടപടികളും സർക്കാർ എടുത്തില്ല. മറിച്ച് കുറ്റവാളിയെ സംരക്ഷിക്കാനാണ് അവരുടെ ശ്രമം. കൂടാതെ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന മറ്റൊരു ചോദ്യം എന്നത് രാജ്യത്താകെ രാത്രികാലങ്ങളിൽ ആശുപത്രികളിലും മറ്റ് ജോലി ചെയ്യുന്ന വനിതാ ഡോക്ടർമാരുടെ സുരക്ഷിതത്വം എന്താണെന്നുള്ളതാണ്. സ്ത്രീ സുരക്ഷയ്ക്കായി ധാരാളം നിയമങ്ങൾ രാജ്യത്ത് നിലവിലുണ്ട്. എന്നാൽ ഈ നിയമങ്ങളൊന്നും സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് മതിയാകുന്നില്ല എന്നതിന് തെളിവാണ് ഈ സംഭവങ്ങൾ. ഇതിനു മുമ്പും ഉണ്ടായിട്ടുള്ള ഇത്തരത്തിലുള്ള കൊടും ക്രൂരതകളെ അടിസ്ഥാനമാക്കിയാണ് രാഹുൽ ഗാന്ധി ഈ പ്രസ്താവനകൾ നടത്തിയത്. രാഹുൽ ഗാന്ധിയുടെ ഈ വിമർശനം പ്രധാനമായും പ്രാദേശിക ഭരണകൂടത്തെയും കോളേജ് അധികൃതരെയും ഉന്നയിച്ചായിരുന്നു. 2024 തിരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യ സഖ്യവുമായി ചേർന്ന് പ്രവർത്തിച്ചിരുന്നില്ല. അവർ ഒറ്റയ്ക്കാണ് മത്സരിച്ചത്. എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷം പാർലമെന്റിൽ നരേന്ദ്രമോദി സർക്കാരിനെതിരെ ഇന്ത്യ സഖ്യവുമായി ചേർന്ന് നിൽക്കുന്ന ഒരു നിലപാടാണ് കോൺഗ്രസ് എടുത്തിരുന്നത്. നിലവിലെ ദേശീയ രാഷ്ട്രീയത്തിൽ പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ അളവ് നോക്കുമ്പോൾ അസാധാരണവും തികച്ചും വ്യത്യസ്തവുമായ ഒരു നടപടിയാണ് രാഹുൽ ഗാന്ധി കൈക്കൊണ്ടിരിക്കുന്നത്. കാരണം തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ്. ലോക്സഭയിൽ ആ സഖ്യത്തിന്റെ നേതാവും രാഹുൽ ഗാന്ധി തന്നെയാണ്. ഈ രാഹുൽ ഗാന്ധി തന്നെ മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള പശ്ചിമ ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസിന്റെ സർക്കാരിനെതിരെ കടുത്ത വിമർശനമായി രംഗത്തെത്തിയിരിക്കുന്നത്. ലോക്സഭയിൽ 101 സീറ്റ് കോൺഗ്രസിനും 37 സീറ്റ് സമാജ്വാദി പാർട്ടിക്കും പിന്നിൽ 29 സീറ്റോടെ തൃണമൂൽ കോൺഗ്രസ് പിന്നിലുണ്ട്. നിലവിലെ ഈ ദേശീയ രാഷ്ട്രീയത്തിൽ 29 സീറ്റ് എന്നത് വളരെ പ്രധാനമാണ്. കോൺഗ്രസ് എടുത്ത ഈ നിലപാടിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിൽ നിന്നും തൃണമൂൽ കോൺഗ്രസ് അകലാൻ തീരുമാനിച്ചാൽ അത് ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നത് ഒരു വസ്തുതയാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ അടുത്ത കാലത്തായി ഇനി പല സംഭവവികാസങ്ങൾ ഉണ്ടായേക്കാം. അതിനാൽ തൃണമൂൽ കോൺഗ്രസിന് ഈ 29 സീറ്റ് വളരെ നിർണായകമാണ്. തൃണമൂൽ കോൺഗ്രസ് നിലവിലെ ഇന്ത്യയുമായി ചേർന്ന് നിൽക്കുന്നുണ്ടെങ്കിലും ആ ബന്ധം അത്ര സുഖകരമല്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവർ ഒറ്റയ്ക്ക് മത്സരിച്ചത് ഇതിന് തെളിവാണ്. കോൺഗ്രസിന്റെയും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം അംഗീകരിച്ചു കൊടുക്കുന്ന ആളല്ല മമതാ ബാനർജി എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധി തൃണമൂൽ കോൺഗ്രസിനെതിരായി ശക്തമായി വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. നിലവിലെ കോൺഗ്രസിന്റെയും തൃണമൂൽ കോൺഗ്രസിന്റെയും സാഹചര്യങ്ങളെല്ലാം വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും അകന്നു നിന്നാൽ ആ സാഹചര്യം എങ്ങനെ മുതലെടുക്കണമെന്നത് BJPക്ക് വ്യക്തമായി അറിയാം. അത് രാഹുൽ ഗാന്ധി മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതിന്റെ പേരിൽ തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യ മുന്നണിയിൽ നിന്നും വേർപിരിഞ്ഞാൽ അതിന്റെ ഭാരം തന്റെ പേരിൽ വരുമെന്നും അദ്ദേഹത്തിന് വ്യക്തമായി അറിയാം. ഇത്രയൊക്കെ പ്രതികൂല ഘടകങ്ങൾ ഉണ്ടായിട്ടും അനീതിക്കെതിരായി പോരാടാനാണ് രാഹുൽ ഗാന്ധിയുടെ തീരുമാനം. ഇതിന്റെ പേരിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ അദ്ദേഹം പരിഗണിക്കുന്നില്ല. ഇരയായ പെൺകുട്ടിക്കും അവരുടെ കുടുംബത്തിന്റെ നീതിക്കും വേണ്ടിയാണ് രാഹുൽ ഗാന്ധി പ്രവർത്തിക്കുന്നത്. രാഷ്ട്രീയപരമായ നേട്ടത്തിനപ്പുറം മനുഷ്യത്വത്തിനാണ് രാഹുൽ ഗാന്ധി പ്രാധാന്യം നൽകിയത്. രാഷ്ട്രീയപരമായി എത്ര ലാഭങ്ങളും നഷ്ടങ്ങളും ഉണ്ടായാലും അതിന്റെ പേരിൽ സത്യത്തെ നിരാകരിക്കാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല. യഥാർത്ഥത്തിൽ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട പോലീസിന്റെ പാകപ്പിഴകളെപ്പറ്റി മമതാ ബാനർജിക്ക് സംശയങ്ങളുണ്ടായിരുന്നു. അന്വേഷണത്തിൽ കാര്യമായ പുരോഗതിയില്ലെങ്കിൽ കേസ് CBIക്ക് കൈമാറാമെന്നും അവർ പറഞ്ഞിരുന്നു. എന്നാൽ കൽക്കട്ട ഹൈക്കോടതി ഇതിനിടയിൽ ഇടപെടുകയുണ്ടായി. കോടതി ഈ കേസ് CBIക്ക് വിടാൻ തീരുമാനിച്ചു. ഈ സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധി തന്റെ നിലപാടുമായി രംഗത്തെത്തിയത്. നീതിക്കും മനുഷ്യത്വത്തിനും വേണ്ടി ഒരു നിലപാടാണ് രാഹുൽ ഗാന്ധി സ്വീകരിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ വിമർശനങ്ങൾക്കുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ പ്രതികരണങ്ങൾ അത്ര സൗഹൃദപരമായിരുന്നില്ല. CPMന്റെയും കോൺഗ്രസിന്റെ മുൻകാല ഭരണകാലത്ത് സ്ത്രീകൾക്കെതിരായി ഇതിനേക്കാൾ ഭീകരമായ അതിക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് അവർ ചൂണ്ടിക്കാട്ടി. പോരായ്മകളും കുറ്റങ്ങളും തെറ്റുകളും അഴിമതികളും മറച്ചുവെച്ച് സ്വന്തം പാർട്ടിയും അതിന്റെ മുന്നണിയെയും ഭരണകൂടത്തെയും ന്യായീകരിക്കുന്ന ഈ രാഷ്ട്രീയ സാഹചര്യത്തിലും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള നിരവധി പ്രവർത്തനങ്ങൾ നടക്കുന്ന ഈ കാലത്തും സ്വന്തം നേട്ടത്തിനു വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ഈ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ പ്രതിപക്ഷ
നേതാവായ രാഹുൽ ഗാന്ധി സ്വീകരിച്ച നിലപാട് തെറ്റാണോ ശരിയാണോ എന്നത് വിലയിരുത്തലിന് വിധേയമാക്കാം.